വീണ്ടും റിവൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. അപ്പം നമ്മുടെ കാര്യങ്ങൾ സുഗമമായി നടക്കുന്നു, അതുകൊണ്ട് ദൈവം നല്ലത്. നമ്മുടെ കാര്യങ്ങൾ സുഗമമായി നടക്കുന്നില്ല, അതുകൊണ്ട് ദൈവം നല്ലതാണോ എന്നുള്ള ചിന്തകളൊന്നും ആരിലും ഭരിക്കരുത്. ഉയരത്തിലെ നല്ല നല്ല ദാനങ്ങളും തികഞ്ഞ വരങ്ങളും വെളിച്ചങ്ങളുടെ പിതാവിൽ വരും. ദൈവത്തിന് നന്മ മാത്രമേ ചെയ്യാൻ കഴിയൂ. മോഷ്ടിപ്പാൻ, അറുപ്പാൻ, കുടിപ്പാൻ ശത്രു വരും. എന്നാൽ കാര്യങ്ങൾ സുഗമമായി നമ്മൾ മനസ്സിനെ പുതുക്കി ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ജീവിച്ചാൽ ജീവനും ഭക്തിക്കുമുള്ളതെല്ലാം ദൈവം തരും. മനസ്സിലായല്ലോ? അതുകൊണ്ട് ഇറ്റ്സ് നോട്ട് ബേസ്ഡ് ഓൺ ദ തിങ്സ് ഇറ്റ് ഈസ് ഗുഡ് ഓർ നോട്ട്. അതിലല്ല നമ്മൾ ദൈവമാരായിരിക്കും. അവൻ നല്ലവനാണ്. ആ നല്ലവനിലേക്ക് നമ്മൾ വന്നാൽ ദൈവം പറയുന്നുണ്ട്, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല നല്ല ദാനങ്ങളെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ വിവചനം എത്ര അധികം. നമ്മൾ നന്മ കൊടുത്താൽ അതിലുപരി ദൈവം നമുക്ക് തരും, നമ്മളെ മാനിക്കും. കാരണം അങ്ങനെ ദൈവം പറഞ്ഞു, ഹൗ മച്ച് മോർ എന്നാണ് ദൈവം പറയും, എത്ര അധികം. അതുകൊണ്ട് ഞാൻ എന്തിനത് പറയാൻ കാരണം, ചിലപ്പോൾ ചിലർ നല്ല സന്തോഷം, കാര്യങ്ങൾ മന്ന പൊഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ നല്ലവൻ കരുതോട് ഇങ്ങനെ വെള്ളം വരും, പറ്റാതെ നിൽക്കുന്നു, കാക്കയുടെ വരവും കുഴപ്പമില്ല. പക്ഷേ പെട്ടെന്ന് ചില വ്യതിയാനങ്ങൾ വരുമ്പോൾ തള്ളിപ്പറയില്ലേ. പെട്ടെന്ന് വ്യതിയാനം വരുമ്പോഴും അന്നേരവും നമ്മൾ പറയണം, കർത്താവേ കാര്യങ്ങളൊന്നും കാണുന്നില്ലെങ്കിലും യു ആർ ഗുഡ്, യു ആർ സോ ഗുഡ്. നീ നല്ലവനാ. ഈവൻ ഇഫ് നോട്ട് അണ്ടർസ്റ്റാൻഡിങ് what is going on, but I know you are faithful, you are good God. Amen. അതുകൊണ്ട് എന്തെങ്കിലും പ്രയാസം, എനിക്കറിയത്തില്ല നിങ്ങളുടെ സന്ദേശം എന്തുകൊണ്ടാണ് പറയുന്നത്, ഏത് സാഹചര്യത്തിൽ കൂടെ കടന്നു പോയാലും നന്ദി പറഞ്ഞു തുടങ്ങിക്കോ. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ചെയ്തത് ഓർത്ത് നന്ദി പറഞ്ഞു, ദൈവം അത്ഭുതം ചെയ്യും. അതുകൊണ്ട് കാര്യങ്ങൾ നന്മയാണോ തിന്മയാണോ എന്നുള്ള വിഷയമല്ല, ദൈവം നല്ലവനാണ്. നന്മ മാത്രമേ പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. വിശ്വസിക്കുക, ദൈവം അത്ഭുതം ചെയ്യും. ആമേൻ. ഇത് അനുഗ്രഹമാണ്. ഈശ്വരൻ പറയുന്നത്.